അളിയാ എന്റെ കൂടെ ഒരു സ്ഥലം വരെ ഒരു എവിടാ? ഞാൻ OLX ഒരു വണ്ടി നോക്കി വെച്ചേക്കാണ്. ഇവിടെ അടുത്ത് തന്നെ പോയി നോക്കിട്ട് വരാം. നീ OLX തപ്പി കിടന്നത് എന്റെ അടുത്തൊരു വാക്ക് പറയാൻറാ. ഞാൻ നല്ല വണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് തരില്ലായിരുന്ന. എന്റെ പരിചയത്തിൽ ഒരു നല്ല വണ്ടി ഇരിക്കുന്നു. ഏത് വണ്ടി ഇടാ? അത് നല്ല സ്പ്ലെൻഡർ ഇരിക്കുന്നറാ. എന്റെ എത്ര ഉണ്ട്? 20 രൂപ ഉണ്ടളി എന്റെ കയ്യില്. 20 അല്ല, അവർ 25 ആ വണ്ടിക്ക് പറഞ്ഞത്. 25? ഈ 20 തന്നെ അമ്മയുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തേണ്. കുഴപ്പമില്ല, നമ്മളെ പയ്യൻ തന്നെ. ഞാൻ വിളിച്ച് സെറ്റ് ചെയ്ത് തരാം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ എടാ, നിന്റെ മറ്റേ ആ സ്പ്ലെൻഡർ കൊടുത്തായിരുന്നാടാ? അത് പോയില്ലളിയാ, എഞ്ചിൻ പണിയായിട്ട് ആരും എടുക്കണമില്ല. തന്നെ? നിനക്ക് എത്ര രൂപ കിട്ടണ വണ്ടിക്ക്? ഒരു 17 കിട്ടിയാ കൊള്ളായിരുന്നടാ. അറിയിട്ട് നിനക്ക് ആ എഞ്ചിൻ പണിയായ വണ്ടിക്ക്. നീ പോയാണ് ഒരു 15 രൂപ മതിയെങ്കിൽ ഞാൻ വണ്ടി ഇന്ന് സെയിലാക്കി തരും. പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഈ മണ്ടന്മാരൊക്കെ നിന്റെ അടുത്ത് എങ്ങനെയാടാ വന്ന് ചാർന്നത്? അതൊന്നും നീ അറിയണ്ട. നിനക്ക് വണ്ടി കച്ചവടമാക്കിയത്. പിന്നെ ഞാൻ ഒരു 25 രൂപ പറയണം കേട്ടാ. 25 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നമ്മളെ പയ്യനാണ് വല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോഴും നീ ഒരു 20 വരെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയണം. എന്നിട്ട് നിനക്ക് 15 എടുത്തിട്ട് ബാക്കി 5 രൂപ എന്റെ അക്കൗണ്ടിൽ വരണം കേട്ടല്ലേ? ഒരു മയത്തിലൊക്കെ വലിപ്പിടുന്ന ആൾക്കാരാ. നീ ചുമ്മാ ഒന്ന് കൊണയടിക്കാതെ. നിനക്ക് വണ്ടി കച്ചവടമാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യും. ബാക്കി വന്നിട്ട് സംസാരിക്കും. അല്ലേ, ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പോയി നോക്കാം. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. ആ വന്നല്ലേ അല്ലേ? ഇതാണ് വണ്ടി, നോക്ക്. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം. പിന്നെ കൊള്ളൂല്ലാത്ത വണ്ടി ഞാൻ കൊണ്ട് തരവളിയാ. അളിയപ്പൊ ഈ പൈസയുടെ കേസ് എങ്ങനെ? ബ്രോ, ഞാൻ ഒരു 25 ഉദ്ദേശിക്കണേ. 25 നടക്കൊന്നുമില്ല. നമ്മളെ വേണ്ടപ്പെട്ട ചെറുക്കനാണ്. നീ ഒരു 20 സെറ്റ് ആയിക്കോടും. 20 നഷ്ടമാണ് അളിയാ. ഒരു നഷ്ടവും ഇല്ല അളിയാ. നമ്മളെ വേണ്ടപ്പെട്ട ചെറുക്കനാണ്. നീ 20 മതി. ഓ, നീ പറയുമ്പോ എങ്ങനെ അളിയാ? കൊള്ളാ, വന്നിട്ട് പോ. അത്രേ ഉള്ളൂ. എടാ, വണ്ടി ഓടിച്ചു നോക്കണ? വേണ്ടളിയാ, നീ നോക്കിയില്ലേ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെന്ന് നിനക്കറിയാലേ. എടാ, ഒരു കുഴപ്പമില്ല. ഞാൻ അപ്പോഴൊക്കെ എടുത്ത് ഓട്ടിക്കുന്ന വണ്ടി തന്നെ. നല്ല മുട്ടായ വണ്ടിയാണ്. നീ കണ്ണും പൂട്ടി എടുത്തു. ഓ, പിന്നെ എടുക്കാം. എടാ, അപ്പൊ പേയ്മെന്റ് ഒക്കെ എങ്ങനെ? 20 അല്ലേ? അത് ഞാൻ GPay ചെയ്തേക്കാം. GPay? ഈ കാര്യം ചെയ്യ്, എന്റെ അക്കൗണ്ട് ഇനിയിപ്പോ ഇവന്റെ നമ്പർ ഒന്നും ഇല്ല എന്റെ. ഞാൻ അവനെ അയച്ചു. ഞാൻ അയച്ചിട്ടുണ്ട്. ആ വന്നു. അപ്പൊ നമുക്ക് വണ്ടി നാളെ എടുത്താൽ പോരെ? അതൊന്ന് സർവീസ് ഒക്കെ ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നാളെ എടുക്കാം. ഓ, അത് മതി. പിന്നെ നീ വിട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് പരിപാടിയുണ്ട്. എവിടെ നീട്ടിടാ ഈ മണ്ടന? അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള വീട്ടിന്റെ അടുത്താ? എന്നിട്ടാണ് ഇങ്ങനെ വലിപ്പിച്ചത്? ഇത് ചുമ്മാ സെന്റിമെന്റ്സ് നോക്കിക്കൊണ്ടെന്നാ കാര്യം നടക്കൂല. എങ്ങനെയും 10 പൈസ ഉണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ നീ എന്നെ തേക്കുമല്ല. അതെന്തൊരു വർത്താനം വഴിയാ. അങ്ങനെ എല്ലാരെയും തേക്കാൻ പറ്റൂല. ഇവനെയൊക്കെ പോലുള്ള മണ്ടന്മാരെ മാത്രമേ തേക്കാൻ പറ്റൂ. നിനക്കൊക്കെ ഭയങ്കര ബുദ്ധിയല്ലേ? എന്തായാലും കൊള്ളാം. വണ്ടി വിറ്റ എനിക്കും ഒരു ലാഭവും ഇല്ല, വണ്ടി വാങ്ങിച്ച അവനും ഒരു ലാഭവും ഇല്ല. ഇതിന്റെ ഇടയിൽ നിന്ന് നീ 5000 വാങ്ങിച്ചു. ചുമ്മാ കിട്ടിയല്ല, എനിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് കിട്ടിയാണ്. അവന് വണ്ടിയെ പറ്റി ഒരു തേങ്ങ അറിഞ്ഞിടാത്തോണ്ട് കൊള്ളാം. അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇത് വല്ലതും നടക്കൂ. നമ്മൾ ഈ ഒന്നും അറിഞ്ഞാത്ത കുറെ അപ്പാവി കേസുകളുണ്ട്. അവരെ മാത്രമേ വലിപ്പിക്കാവൂ. അവരാകുമ്പോ നമ്മളെ വിശ്വസിച്ചോളൂ. നമ്മളുടെ ഒന്നും വന്ന് ചോദിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സ് അതൊക്കെ പോട്ട്. 5000 പോക്കറ്റ് കയറിയില്ലേ? ഒരു മന്തിയെങ്കിലും വാച്ചാ. നഷ്ട കേസാണ്. എന്നാലും പോട്ടെ, വണ്ടി എടു. ഇതേപോലെ 5 കച്ചവടം കിട്ടുന്ന ഈ മാസം ഒക്കെ. എടാ, നിനക്ക് വല്ല പണിക്കും പൊക്കി വിടാടാ. അടാ, ഞാൻ ഇന്ന് രാവിലെ ആണ്ടാ ഇതെങ്ങനെ പറ്റിയ? നീ അന്ന് വന്ന് വണ്ടി നോക്കിട്ട് പോയി. അതിനുശേഷം ഞാനും അവനും കൂടെ നെടുവങ്ങാട് പോണ പോക്കിൽ പറ്റിയതാണ്. എന്നിട്ട് അവനെങ്ങനെ ഉണ്ട്? അവനൊരു ഗുരുവില്ലടാ. അവന് കയ്യിലെ എവിടെ എത്തുമ്പോൾ എന്തോ മുറിഞ്ഞു തരും. എനിക്കാണെങ്കിൽ പറ്റിയത്. എന്റെ തലയൊക്കെ വന്ന് അവിടെ തറയിൽ എന്തോ അടിച്ചു. നിനക്കിപ്പോ കഷ്ടകാലമായിരിക്കും അളിയാ. ഇനിയിപ്പോ പറ്റിയത് പറ്റി. നീ കുറച്ച് റെസ്റ്റ് എടു. എനിക്കതല്ല അളിയാ, ആ ഇടിച്ച ഇടിയിൽ ആ വണ്ടിയും കുട്ടേ. അതിന് വല്ല ആക്രി കൊടുക്കാനേ കൊള്ളാവൂ. നീ തന്ന പൈസയുടെ പാതി ഹോസ്പിറ്റലിൽ സ്കാനിങ് അതും ഇതും ഉണ്ടായി. അതാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. ഞാൻ ആരെന്നെങ്കിലും മറിച്ച പൈസ നമുക്ക് തരാം. എടാ, ഞാൻ നിന്നോട് പൈസ ചോദിച്ചില്ലല്ലോ അളിയാ. അത് ചോദിക്കാനല്ലേ ഞാൻ വന്നത്. എന്തായാലും ഞാൻ തന്നെ മാസം അടയ്ക്കണം.
നീ ബാക്കിയും കൂടെ വച്ചു. ഈ അവസ്ഥയിൽ നിനക്ക് എന്തായാലും ആവശ്യം വരും. ഞാൻ പിന്നെ പോട്ടാടാ, വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. അളിയ സോറിടാ. എന്തിന് ഇത്രയും കാലം ഞാൻ വണ്ടിയില്ലാതെ തന്നെ അളിയാ നടന്ന. നീ കുറച്ചു കാലം കൂടെ അങ്ങനെ നടക്കാം. നീ ഇതൊക്കെ കഴിയുമ്പോഴും നല്ല വണ്ടി നോക്കി എനിക്ക് എടുത്തു തന്നത്. ഞാൻ പിന്നെ പോട്ടാ. താനേ താനാനേ താനേ